അസ്സലാമലൈക്കും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വ അലാ ആലിഹി വസഹബി അജ്മഈൻ. അമാ ബഅദ്. മുസബ്ബഹാത്തുൽ അസ്ർ, അതായത് 10 സ്തുതി കീർത്തനങ്ങൾ. ഇനി അതിൻ്റെ പ്രത്യേകതകൾ പറ്റി പറയാം. ഈ 10 സ്തുതി കീർത്തനങ്ങൾ മഹത്വം, ഗാംഭീര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഇത് പതിവാക്കിയാൽ വൻ ദോഷങ്ങൾ, നമ്മൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ പോലും അള്ളാഹു പുറത്തു തരുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെയോ, ഇത് പതിവാക്കിയവൻ സ്വർഗത്തിലെ അവൻ്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്ന് മുത്ത് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 10 സ്തുതി കീർത്തനങ്ങൾ ഏതൊക്കെയാണ് പെടുന്നത് എന്ന് പറയാം. 1 സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ നാസ്, 3 സൂറത്തുൽ ഫലക്ക്, 4 സൂറത്തുൽ ഇഖ്ലാസ്, 5 സൂറത്തുൽ കാഫിറൂൻ, 6 ആയത്തുൽ കുർസി, 7 മൂന്നാം കലിമ ചൊല്ലുക, അതിനുശേഷം സ്വലാത്ത് ചൊല്ലുക, പിന്നെയോ 2 ദുആകളും. അപ്പോൾ ഇത് നിങ്ങൾ ദിവസേന, ഇത് നിങ്ങൾ ഏത് സമയം തിരഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ച് ചൊല്ലേണ്ട ഒരു കാര്യമാണ്. ഇത് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമല്ല 7 പ്രാവശ്യമാണ് ഇത് ഓതേണ്ടത്. ഇനി കഴിയാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിടുക. ഇതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും വിട്ടുകളയുന്നവനേക്കാൾ ദൗർഭാഗ്യവാൻ ഇനി മറ്റൊരാളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അത്രയും ഫലമുള്ള ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ജീവിതത്തിൽ നമ്മളിത് മറക്കാതെ ചെയ്യും. നമുക്ക് പല വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, സാമ്പത്തിക നേട്ടമില്ലായ്മ എല്ലാം ഉണ്ട്. ഇത് റബ്ബാണ് നമുക്ക് പരിഹരിച്ച് തരേണ്ടത്, അല്ലാതെ നമ്മളെ സങ്കടം മറ്റൊരാളോട് പറഞ്ഞതുകൊണ്ടൊന്നും ഇത് തീരൂല. അപ്പം വളരെ നല്ല മനസ്സോടുകൂടി, സങ്കടത്തോടുകൂടി റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങളിത് ദിവസേന 7 പ്രാവശ്യമോ 1 പ്രാവശ്യമോ ഓതി നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഏത് തരത്തിലും റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം റബ്ബ് തരിക തന്നെ ചെയ്യും. ഓരോ ബുദ്ധിമുട്ടും നിങ്ങളെ ലൈഫിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ ഇത് മറക്കാതെ നിങ്ങൾ ദിവസേന നിങ്ങൾക്ക് പറ്റിയ സമയങ്ങളിൽ ഇതുങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അസ്സലാം.